വിമർശനങ്ങൾ, പരിഹാസങ്ങൾ. 5 വട്ടം ലോകത്തിന്റെ നെറുകയിൽ കിരീടം ചൂടിയ മഞ്ഞക്കുപ്പായക്കാരെ നോക്കി പലരും ചോദിച്ചു, കാനറിപ്പടയുടെ കാറ്റുപോയോ എന്ന്. ആദ്യ മത്സരത്തിന് മുന്നേ സൂപ്പർ താരം നെയ്മർക്ക് പരിക്കേറ്റ് പുറത്തിരിക്കേണ്ട അവസ്ഥ. പുറകെ മൊറോക്കോയോട് സമനിലയും. ബ്രസീലിന്റെ ആരാധകരുടെ നെഞ്ചിൽ തീയായിരുന്നു. കോച്ച് കാർലോ ആൻസലോട്ടിയുടെ തന്ത്രങ്ങൾക്ക് മൂർച്ചയില്ലെന്ന് പറഞ്ഞ് ലോകമാധ്യമങ്ങൾ വേട്ടയാടിയ നിമിഷങ്ങൾ. പക്ഷേ അവർക്കൊരൊറ്റ പേരേ ഉള്ളൂ, ബ്രസീൽ. വീണെടുത്തു നിന്ന് വിശ്വരൂപം പൂണ്ട് തിരിച്ചു വരാൻ ആ മഞ്ഞക്കുപ്പായത്തിലെ DNA-ക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതാ ഫിലാഡൽഫിയയിൽ ഹെയ്ത്തിയെ സാക്ഷി നിർത്തി കാനറികൾ ആ പഴയ സിംഹാസനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ താളം കണ്ടെത്താൻ കാനറികൾ ഒന്ന് പതറി. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടി. പക്ഷേ 23-ാം മിനിറ്റിൽ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. വിനീഷ്യസിന്റെ ആ തകർപ്പൻ ഷോട്ട് ഹെയ്ത്തി കീപ്പർ തടുത്തിട്ടു. പക്ഷേ ഇരപിടിനെ പോലെ പാഞ്ഞെടുത്ത കുൻഹ റീബൗണ്ടിലൂടെ പന്ത് വലയിലെത്തിക്കുമ്പോൾ ഫിലാഡൽഫിയ സ്റ്റേഡിയം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അവിടെയും തീർന്നില്ല, അത് കാത്തിരുന്ന് കനലായവരുടെ വേട്ടയായിരുന്നു. 36-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ ഒരു ഒന്നാന്തരം പാസ്. ഹെയ്ത്തി പ്രതിരോധത്തെ കീറിമുറിച്ച് പന്തുമായി കുൻഹ. ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഇടങ്കാലൻ വെടിയുണ്ട ഹെയ്ത്തി ഗോൾ കീപ്പറെ വെറും കാഴ്ചക്കാരനാക്കി വലയിലേക്ക് തുളച്ചു കയറുമ്പോൾ കമന്റേറ്റർമാർ പോലും ആർത്തു വിളിച്ചു, ബ്രസീൽ ഈസ് ബാക്ക്. ഇടയ്ക്ക് റാഫീനയ്ക്ക് പരിക്കേറ്റത് ആരാധകരെ ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലൂക്കാസ് പക്കറ്റിയുടെ ഒരു മാന്ത്രിക പാസ് വിനീഷ്യസ് ജൂനിയറിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞെത്തിയ വിനി ഗോൾ കീപ്പറുടെ കാലുകൾക്കിടയിലൂടെ പന്ത് വലയിലെത്തിക്കുമ്പോൾ സ്കോർ ബോർഡ് വിളിച്ചു പറഞ്ഞത് ബ്രസീൽ 3 ഹെയ്ത്തി 0. ഇത്ര നാഴികക്കല്ലുകൾ തിരുത്തി കുറിക്കപ്പെട്ട ആദ്യ പകുതി. 241 ഗോളുകളോടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീമെന്ന ജർമ്മനിയുടെ റെക്കോർഡ് ഇനി കാനറിപ്പടയ്ക്ക് സ്വന്തം. നെയ്മറിന് ശേഷം ലോകകപ്പിന്റെ ആദ്യ പകുതിയിൽ ഇരട്ട ഗോൾ നേടുന്ന താരമായി കുൻഹ മാറിയപ്പോൾ ബ്രസീൽ ഫുട്ബോളിന്റെ വസന്തം തിരിച്ചെത്തുകയായിരുന്നു. രണ്ടാം പകുതിയിൽ ബ്രസീൽ കളിയിലെ വേഗത അല്പം കുറച്ചെങ്കിലും ആൻസലോട്ടി തന്റെ പുതിയ വണ്ടർകിഡുകളായ 19-കാരൻ എൻട്രിക്കിനെയും മാർട്ടിനെല്ലിയെയും കളത്തിലിറക്കി. മാർട്ടിനെല്ലിയുടെ ഒരു ഷോട്ട് ബാറിലിടിച്ച് തകർന്നപ്പോൾ കാനറികളുടെ ആക്രമണം വീണ്ടും കാണികൾക്ക് ആവേശമായി. എന്നാൽ 52 വർഷത്തിന് ശേഷം ലോകകപ്പ് കളിക്കുന്ന ഹെയ്ത്തിയും പോരാടാതെ കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. 62-ാം മിനിറ്റിൽ ഹെയ്ത്തി താരം അഡേയുടെ ഒരു മാരക ഹെഡർ ഗോൾ എന്നുറപ്പിച്ച നിമിഷം. പക്ഷേ ബ്രസീലിന്റെ ഗോൾ വലയ്ക്ക് മുന്നിൽ കാവൽ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വൻമതിലാണ്, അലിസൺ ബെക്കർ. പറന്നുയർന്നുള്ള ആ സേവിലൂടെ അലിസൺ ബ്രസീലിന്റെ ക്ലീൻ ഷീറ്റ് കാത്തു സൂക്ഷിച്ചു. ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഹെയ്ത്തി എന്ന കരീബിയൻ കരുത്തർ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്ന ആദ്യ ടീമായി മാറി. എന്നാൽ ബ്രസീൽ അവർ 4 പോയിന്റുമായി ഗ്രൂപ്പ് സിയിൽ 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചുയരുന്നു. ഇപ്പോൾ വിമർശിച്ചവരുടെ നാക്കുകൾ നിശബ്ദമാണ്. കാരണം സെലക്കാവോ തിരിച്ചു വന്നിരിക്കുന്നത് വെറുമൊരു വിജയമായല്ല, വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പുമായിട്ടാണ്. waytonikah.com, the exclusive Muslim matrimonial site.